കപ്പയും ബീഫും. ചതച്ചാൽ ടേസ്റ്റ് കൂടും ഒന്നുകൂടെ. അതിനകത്തേക്ക് നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ വിസിൽ അടിക്കുന്നുണ്ട്. വായോ, എല്ലാവരും വായോ, ബീഫ് കറി കഴിക്കാം, കപ്പക്കുഴ കഴിക്കാം. വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ എന്താണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം? തയ്യാറാക്കുന്നത് കപ്പയും ബീഫും. മലയാളികൾക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കപ്പയും ബീഫും. അപ്പൊ അതാണ് പുതിയ രീതിയിൽ ഞങ്ങൾ വറുത്തരച്ച് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ബീഫിനായിട്ടുള്ള അരപ്പിനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ പോവുകയാണ്. തേങ്ങ ഇടുവാണ്. ഈ മസാല, പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, തേങ്ങ ബ്രൗൺ കളറാകുന്ന ഇനി പൊടി ആവശ്യത്തിനുള്ളത് ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ തേങ്ങ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി. ഇപ്പോൾ 10-15 മിനിറ്റ് ആയ ശേഷം നമുക്ക് ഏകദേശം ഒരു ഈ കളറായി വന്നിട്ടുണ്ട്. ഡാർക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറ്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം ഇനി നമുക്ക് ഓരോരോ പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് എന്താ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? മുളക് പൊടി. ഓക്കെ, മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് എത്ര? 2 സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി. ഓക്കെ, മല്ലിപ്പൊടി 2. അത് ടീസ്പൂൺ അല്ലേ? ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഊരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പൊ നമ്മുടെ തീ കുറച്ച് വെച്ചേക്കുവാണോ? ഓക്കെ, തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അത് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുന്നത്. 3-4 അല്ലി വേപ്പില ഇടുവാണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് അരപ്പാക്കി എടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ നല്ല ചൂടോട് കൂടിയാണ് ഇരിക്കുന്നത്. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ചൂടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ എന്താണ് നമ്മുടെ ഈ തേങ്ങ വറുത്തരച്ചത് ഇതൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതെ, അച്ഛൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ അരച്ചല്ല എടുക്കുന്നത്, അരച്ചാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ അച്ഛൻ്റെ ഇവിടെ സവാളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് പെരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് അമ്മ ഓരോരോ സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇടുവാണ്. ഈ പെരട്ടി വെക്കാൻ പോവുകയാണ്. അതിന് നന്നായിട്ട് നമ്മൾ എല്ലാ മസാലയും കൂടെ പിടിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് പെരട്ടി എടുക്കണം. ഇത് പെരട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ? വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് പെരട്ടി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, സവോള അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്, പച്ചമുളക് കീറി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ചുവന്നുള്ളി ചതച്ചെടുക്കുക. ചുവന്നുള്ളി ചതച്ച് അതെന്താ അരക്കാത്ത, അതായത് വെട്ടിയെടുക്കാത്ത, മുറിച്ചെടുക്കാത്ത, അരച്ചെടുക്കുന്നതുകൊണ്ട് എന്താണ് കറിക്ക് ടേസ്റ്റ് കൂടും? ചതച്ചാൽ ടേസ്റ്റ് കൂടും ഒന്നുകൂടെ.
അതുകൊണ്ട് നമ്മളിത് ചുവന്നുള്ളി ചതച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്, കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട്. ആ ചൂടായതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചോളൂ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചരച്ചെടുത്തതാണിത്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പച്ചമണം ഒക്കെ മാറി ഒന്ന് വരുന്ന സമയത്തേക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ആ സ്മെല്ലിൻ്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ വേറെ സ്മെല്ല് വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 പച്ചമുളക് അരിഞ്ഞുണ്ട്. അപ്പോൾ അത് അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം അതേ സമയത്ത് തന്നെ നമുക്ക് സവാള കൂടെ ഇതിനകത്തേക്ക് 4 സവാള അരിഞ്ഞതുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു വഴട്ട് വരേണ്ട, അതായത് സവാള നന്നായിട്ട് വഴട്ടി കിട്ടണം. അപ്പം അതിന് വേണ്ടി ഓക്കെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് വഴട്ടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർവ്വസുഗന്ധിയുടെ ഒരു 2 ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ സവോള വഴണ്ടി കിട്ടുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കറിയിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ അത് ഇട്ട് കൊടുത്തത്. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം വഴട്ടി വന്ന സവാളയിലേക്ക് നമ്മൾ തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 4 തക്കാളി അരിഞ്ഞതുണ്ട് ഇത്. അപ്പം അത് നമ്മൾ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ വറുത്തരച്ച അരപ്പ് ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തണുത്ത അരപ്പ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തക്കാളി വാടി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളി ഓക്കെ, നമ്മൾ തക്കാളിയും ഇതും കൂടെ ഒന്ന് വഴണ്ട് വന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച നമ്മുടെ ചുവന്നുള്ളി അതിലേക്ക് നന്നായിട്ട് ഓക്കെ. അപ്പോൾ ചുവന്നുള്ളിയാണ് നമ്മുടെ ബീഫ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതെന്നാണ് അമ്മ പറയുന്നത്. ആ ഓക്കെ ഓക്കെ, ചതക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് കൂടുമെന്ന് അമ്മ അച്ഛനൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ കഴിക്കുമ്പോൾ. നമ്മുടെ ഏകദേശം ഒരു നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കും അല്ലേ? വെള്ളം ഒഴിച്ച് നമ്മളത് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കും. അപ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം ഒരു കുഴമ്പ് പരുവത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയും സവാളയും ചുവന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ആയിട്ടോ, ഇതിപ്പം നമ്മൾ ഏകദേശം ഒരു 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട ബീഫ് ഇതിനകത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് നല്ല നമ്മുടെ ഉള്ളിയും തക്കാളിയും സവാളയും ഒക്കെ ആയിട്ട് ബീഫ് നന്നായിട്ട് അങ്ങ് കുഴഞ്ഞ് പരുവത്തിലാവണം. ഇത് കണ്ടോ, ഇതിങ്ങനെ നന്നായിട്ട് ഇഴുകി ചേർന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഇട്ട ബീഫിലേക്ക് നമ്മുടെ അരച്ച് വെച്ച നമ്മുടെ വറുത്തരച്ച പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ നമ്മളങ്ങ് ഇത് ചേർക്കണം.
കലക്കി ഒഴിക്കണം. ഈ അരച്ചു വെച്ച പേസ്റ്റും നമ്മുടെ ബീഫും ബാക്കിയുള്ള മസാല എല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് ഇളക്കി ഈ പരുവത്തിലാക്കണം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇളക്കി വെച്ച് ഒരു 5 വിസിൽ വരുന്നിടം വരെ വേവിക്കണം. ഓക്കെ, നമ്മൾ ഇതിന് ശേഷം നമ്മളെ കുക്കർ ഒരു 5 വിസിൽ വരുന്നിടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നോടി നമ്മൾ അടയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ വേപ്പിലയും പിന്നെ സർവ്വസുഗന്ധിയും അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ചു വെക്കും. നമ്മൾ കുക്കറിൻ്റെ വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിസിലിട്ടതിന് ശേഷം ആദ്യത്തെ വിസിൽ വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കുന്നത് അല്ലേ? ആ, കപ്പക്കുഴയാണ് നമ്മൾ ബീഫിൻ്റെ കൂടെ നമ്മൾ കപ്പക്കുഴയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കപ്പക്കുഴ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ അരപ്പ് നമ്മൾക്ക് ആദ്യം തയ്യാറാക്കണം. അപ്പോൾ അരപ്പ് നമുക്ക് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം അപ്പം പറയും. എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കണ്ടേ? നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. ഇത്രയും സാധനം നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് എങ്ങനെ അരച്ചെടുക്കേണ്ടത്? നന്നായിട്ട് കുഴമ്പ് പരുവത്തായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഒരു മീഡിയം ഇതായിട്ട് നന്ന കുഴമ്പ് രൂപത്തിലാക്കണ്ട, നല്ല ഒരു തരി പോലെ വരുന്ന രീതിയിൽ നമ്മളൊരു മീഡിയം ഇതിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചത് നല്ല വേവിക്കാനായിട്ട് നമ്മുടെ കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് ഏകദേശം ഒരു 1.5-2 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പല സ്ഥലത്തും കപ്പയുടെ വേവ് പലതായിരിക്കും. അതുകൊണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കപ്പ വെന്തോന്നൊന്ന് ഞെക്കി നോക്കണം. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എത്ര സമയം എടുക്കും വേവും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്, അത് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ വിസിലടിക്കുന്നുണ്ട്. കപ്പയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കപ്പയിലേക്ക് താളിച്ചൊഴിക്കേണ്ടതുണ്ട്. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അച്ഛൻ്റെ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് ഏകദേശം ഒരു 5 വിസിലൊക്കെ അടിച്ചല്ലേ? 5 വിസിൽ അടിച്ചതിന് ശേഷം നമ്മളിത് ഇപ്പോൾ ഒന്ന് തുറന്നു നോക്കുകയാണ്. എങ്ങനെ നമ്മുടെ സാധനമൊക്കെ സെറ്റ് ആയില്ലെന്ന് ഇപ്പം അറിയാം. തുറന്നോ? അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി വറുത്തരച്ച ബീഫ് കറി. ഊണിന് സമയമായി. ബീഫ് കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാം. ഊണല്ലല്ലോ, കപ്പയല്ലോ. അല്ല, മറ്റുള്ള കാര്യം പറഞ്ഞത്. കാര്യങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കപ്പ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. ഇനി കപ്പ അങ്ങോട്ട് റെഡി ആവണം. എന്നിട്ട് വേണം രണ്ടും കൂടെ കൂട്ടി അടിക്കാൻ. അപ്പം നമ്മുടെ കപ്പ ഏകദേശം വെന്തെന്നൊക്കെ തോന്നുന്നു. നോക്കട്ടെ, ഒന്ന് ഞെക്കി നോക്കാം വെന്തോ ഇല്ല എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് ബാക്കി വെള്ളമുള്ളത് ഊറ്റിക്കളയണം. അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. അതിനുശേഷം നമ്മൾ താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ റെഡിയായി. അപ്പോൾ നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ അരപ്പ് നന്നായിട്ട് നമ്മുടെ കപ്പയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അത് ഒഴിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഈ പരുവത്തിലാവും. ഇതിന് ശേഷം നമ്മൾ ചൂടാക്കുക, താളിച്ചൊഴിക്കാനായിട്ട്. അപ്പോൾ കപ്പ താളിക്കാനായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ വറ്റൽ മുളക്, ഉണക്കമുളക് എന്നും പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില.
ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കപ്പയിലോട്ടങ്ങ് താളിച്ചൊഴിക്കും. നമ്മൾ വറുത്തിടാൻ പോവുകയാണ്. നമ്മുടെ വറവ് താളിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് കപ്പയും ബീഫും കൂടെ ഒരു പിടി പിടിക്കാം. അപ്പം നമ്മുടെ കപ്പയൊക്കെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ നമ്മുടെ ബീഫ് കറി അങ്ങ് പെരട്ടി അങ്ങ് ഒഴിക്കും, കുഴച്ചടിക്കാനായിട്ട്. കുറച്ച് അങ്ങ് അടിക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്, അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഞാൻ അതിന് ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ഒഴിച്ചോ. വായോ, എല്ലാവരും വായോ. ബീഫ് കറി കഴിക്കാം, കപ്പക്കുഴ കഴിക്കാം. കണ്ടല്ലോ, നാളെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നാളെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.